ഹായ് ഫ്രണ്ട്സ്, നല്ല മരുമകളും ഉണ്ട്, നല്ല മകളും ഉണ്ട്. മോശം മകളും ഉണ്ട്, മോശപ്പെട്ട മരുമകളും ഉണ്ട്. നല്ല ആൺകുട്ടികളുണ്ട്, മോശപ്പെട്ട ആൺകുട്ടികളുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും സമൂഹത്തിൽ നല്ല ഒരു അനുഭവകഥ പറയാൻ പാടില്ല. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു മാതാവും ഒരു മകളും കിടക്കുന്നുണ്ട്. മാതാവിനെ പരിപാലിക്കാനാണ് മകൾ വന്നത്. അത് അതേ വാർഡിൽ തന്നെ ഒരു മരുമകളും ഉണ്ട്, അമ്മായിയമ്മയുണ്ട്. ആദ്യം ഈ മകളും അമ്മയും കഥ പറയാം. ഈ മകളുടെ അമ്മയ്ക്ക് ആദ്യം ഒരു അസുഖം വന്നിരുന്നു. മരണപ്പെടാൻ്റെ അസുഖമായിരുന്നു പോലും. പക്ഷെ അന്നൊക്കെ എന്നെ കഴിച്ചായി പോകുന്നതാണ്. ഇപ്പോൾ ഈ മകൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടോ, അന്നനായിട്ട് മരിച്ചു പോയിട്ട് എത്ര നന്നായി, ഇപ്പം കഷ്ടപ്പെടേണ്ടില്ലേ എന്ന് ഈ മകളിങ്ങനെ പറയാം. അത് തന്നെയല്ല പറയുന്നത്. ആ മകൾ ദൈവത്തെ കുറ്റം പറയുന്നുണ്ട്. നല്ല നല്ല ആൾക്കാർ ദൈവം കൊണ്ടുപോകണുണ്ടല്ലോ, ചെറുപ്പക്കാരൊക്കെ. ആ മകളുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയതാണ്. അതുപോലെ പറയുക കൂടുതൽ. എൻ്റെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയത് അവൻ പറയുന്നുണ്ട്. ഇത് കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെടില്ലേ നമ്മനെ നോക്കിയിട്ട്. ഇവരൊക്കെ അല്ലേ ദൈവാദി കൊണ്ടുപോകേണ്ടിയെന്ന്. ദൈവത്തെ അങ്ങോട്ട് പഠിപ്പിക്കുക. സത്യമായിട്ട് പറഞ്ഞത്, കേട്ട കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മറ്റേ കഥ വെക്കാം. ഈ മരുമകൾ ഈ അമ്മായിമ്മൻ എന്തുപോലെ നോക്കുന്നു വെച്ചിട്ടുണ്ടോ, എല്ലാത്തിനും പരിപാലിച്ചിട്ട് വളരെ നല്ലോണം കൈകാര്യം ചെയ്യാണ്. കാരണം മനസ്സിങ്ങനെ ഒരു നിറഞ്ഞു. കാരണം ഒരു മകളാണല്ലോ ചെയ്യുന്നത്. എല്ലാ മകളും അങ്ങനെയല്ല കേട്ടോ. അതുപോലെ എല്ലാ അമ്മായിയമ്മനെയും മരുമക്കളും ഇങ്ങനെ നോക്കുന്നുണ്ടാവില്ല, വ്യത്യസ്തം ഉണ്ടാവും. പക്ഷേ ഒരു കണ്ട കാഴ്ചയിൽ ഒരു അനുഭവം വന്നപ്പോൾ നിങ്ങൾ വിവരിച്ചതേ ഉള്ളൂ. മകൾ എന്തൊക്കെ ബാത്റൂമിൽ പിടിച്ചു കൊണ്ടുപോകണം എങ്ങനെ വെച്ചിട്ടുണ്ടോ, താങ്ങി പിടിച്ചു കൊണ്ടുപോകാൻ, നടക്കാൻ വയ്യ, മെലിഞ്ഞൊരാളാണ്. താങ്ങി പിടിച്ചു കൊണ്ടുപോകണം എങ്ങനെ വെച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തോ ഒരു വലിച്ചായിട്ട് കൊണ്ടുപോവുക. ഞാൻ ചോദിച്ചല്ല, അമ്മല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്നാലും അത് പോട്ടെ. ആ ജനങ്ങൾ കാണുന്നേരെങ്കിലും ഒന്നിതുണ്ടല്ലോ, അതുമില്ല. അങ്ങനെ ഉണ്ടാകില്ലോ. പഠിച്ചോനെ പേടിക്കണ്ട. ജനങ്ങൾ എന്ത് വിചാരിക്കും? മനുഷ്യന്മാർ ചുറ്റുപാടുള്ളതല്ലേ, അതൊന്നും അതിനില്ല. എന്താണെന്നറിയാം. അതേസമയം അതിൻ്റെ മോനുണ്ട്, നന്നാക്കി നോക്കുന്നുണ്ട്. ഒരു മോളും നന്നാക്കി വന്ന് നോക്കുന്നുണ്ട് ഈ അമ്മനെ. അപ്പോൾ ഈ അമ്മനോട് ചെയ്യുന്ന കാര്യം മക്കൾ കാണുകയാണേ. ഈ അമ്മക്കും വയസ്സാവൂലേ, അന്ന് ചിന്താതി വേണ്ടേ? ഈ മക്കളിപ്പോൾ അങ്ങനെ ചെയ്താലോ? ഞങ്ങൾ ചിന്തിക്കണ്ടേ ആ മകൾ? ഒരു മകളുടെ കഥ കറഞ്ഞ് ഇതേമാതിരി പല മകളും ഉണ്ടാവും, പല മരുമക്കളും അമ്മായി നോക്കാത്തതുണ്ടാവും. അതേസമയം മരുമക്കളോട് മോശമായി പെരുമാറുന്ന അമ്മായിമാരുണ്ട്. പിന്നെ ആൺകുട്ടികളും നോക്കാത്തവരുണ്ട്. അമ്മനെയും അച്ഛനെയും നോക്കാത്ത എത്ര ആൺകുട്ടികളുണ്ട്, ഉമ്മനെയും വാപ്പിനെയും നോക്കാത്ത. ഞാൻ പെൺകുട്ടികൾ മാത്രം മോശമായി പറയില്ല, ആൺകുട്ടികളുണ്ട് അങ്ങനത്തോല്, നന്നായി നോക്കുന്നവരും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി നല്ലോണം നോക്കണം. അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് മാതാപിതാക്കളോട് അങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അത് തിരിച്ചടിക്കും ദുനിയാവെന്ന് തന്നെ. എല്ലാ മതത്തിലും പറയുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് മാതാപിതാ ഗുരു എന്നൊക്കെ അല്ലേ. അപ്പം മാതാപിതാക്കൾ നന്നാക്കി നോക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ കണ്ടൊരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ.